ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം കൂടെ. അപ്പോൾ നാളത്തെ എപ്പിസോഡ് നടക്കാൻ പോകുന്ന ഭാഗമാണ് പറയുന്നത്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ ഇടാൻ കുറച്ചധികം ലേറ്റായി. വേറൊന്നല്ല, ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ലേറ്റായി പോയത്. എല്ലാ സമയത്തും കറക്റ്റ് സമയത്ത് തന്നെ ഇടുന്നതായിരിക്കും. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഏതു ജന്മ കൽപ്പനയുടെ ഒറിജിനൽ റിവ്യൂ അറിയാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നാളത്തെ പ്രൊമോയിൽ കാണിക്കാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അടുത്ത് വീണ്ടും അശ്വിൻ എങ്ങനെയാണ് ഒന്ന് ഹാപ്പി ബർത്ത്ഡേ പറയണമെന്ന് അറിയാതെ ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ. പക്ഷേ എന്താ ഇപ്പം ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ശ്രുതി അത് പിന്നെ എന്താ സർ എന്താ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ സർ ഞാൻ ഹാപ്പിയാണ്, ഞാൻ പറഞ്ഞൊരു സാറിനോട് ഞാൻ ഹാപ്പിയാണ് സർ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകുക കേട്ടോ. അശ്വിനാണെങ്കിൽ എന്തൊരു കഷ്ടം, അത് സ്വന്തം ഭാര്യടുത്ത് ഹാപ്പി ബർത്ത്ഡേ പോലും പറയാൻ പറ്റുന്നില്ലല്ലോ, എന്തൊരു അവസ്ഥയാണ് എന്നൊക്കെ ആലോചിക്കണം. അങ്ങനെ ശ്രുതിയും അശ്വിനും വീട്ടിലേക്ക് തിരിച്ച് വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശിയൊക്കെ ശ്രുതിക്ക് ഇങ്ങനെ വിഷൊക്കെ ചെയ്യുന്നുണ്ട്. ശേഷം അശ്വിൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്നാലും ശ്രുതിയുടെ അടുത്ത് എങ്ങനെയാണ് ഒന്ന് ബർത്ത്ഡേക്ക് വലിയൊരു സർപ്രൈസ് ഒന്ന് കൊടുക്കണം, അതെന്താ ചെയ്യുക എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് വരുന്നുണ്ട്. ഹലോ ബ്രോ, എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണത്? ശ്രുതിക്ക് എന്ത് സർപ്രൈസ് കൊടുക്കുമെന്നാണോ ആലോചിക്കണത്? ഞാനൊരു ഐഡിയ പറയട്ടെ. പറ ബ്രോ എന്ന് അശ്വിൻ പറയണം. വേറൊന്നുമല്ല, ശ്രുതി ആകെ ഈ പാലക്കാടും ഈ തിരുവനന്തപുരം ഈ എറണാകുളം അല്ലാതെ വേറൊരു സ്ഥലത്തും പോയിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്യും ബ്രോ, അവളെയും കൂട്ടി സ്വിറ്റ്സർലാൻഡിലേക്ക് പോകും. മനോഹരമായിട്ടുള്ള സ്ഥലം, നിങ്ങൾക്ക് പ്രണയിക്കാൻ അടിപൊളി സ്ഥലം, ഇതിനേക്കാളും വേറൊന്നുമില്ല. ഇതേ നാളെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക, നിങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകുക, ഒരാഴ്ച അവിടെ അടിച്ചു പൊളിച്ചിട്ട് തിരിച്ചു വന്നാൽ മതി എന്ന് പറയുമ്പോൾ അശ്വിൻ നമ്മുടെ എനിക്കെന്നെ സൂക്ഷിച്ച് നോക്കാം കേട്ടോ. എന്താ ബ്രോ ഇങ്ങനെ നോക്കണത്? നല്ല ഐഡിയ അല്ലേ? സ്വിറ്റ്സർലാൻഡ് ആണെങ്കിൽ ബർത്ത്ഡേ ആഘോഷിക്കണം, ഹണിമൂൺ ആഘോഷിക്കാനൊക്കെ സൂപ്പർ അല്ലേ എന്നൊക്കെ പറയാണ് അശ്വിൻ. ഒരു സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്നാലും എന്തൊരു സർപ്രൈസ് അവൾക്ക് ഇപ്പോൾ കൊടുക്കുക, ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. പിന്നീട് അശ്വിൻ വിചാരിക്കേണ്ടത് ശ്രുതിക്കൊരു സർപ്രൈസ് കൊടുക്കണം. അങ്ങനെ കേക്കും കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഓൾറെഡി ഇപ്പോൾ വീക്കെൻഡ് പ്രൊമോ ആയിട്ട് കാണിച്ച പ്രൊമോയിലുണ്ടല്ലോ, അവർ ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യണതൊക്കെ. രാത്രി ശ്രുതി ഉറങ്ങാൻ കിടക്കുമ്പോഴേക്കും അശ്വിനാണെങ്കിൽ എങ്ങനെ ഈ ഒരു കാര്യം ശ്രുതിയുടെ അടുത്ത് പറയുമെന്നിങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ പറയാനും പറ്റില്ല, പക്ഷേ ശ്രുതിക്ക് എങ്ങനെയെങ്കിലൊക്കെ ഒരു പ്രണയ സമ്മാനമായിട്ട് ഒരുപാട് സമ്മാനം കൊടുത്തെങ്കിലും ഒരു പ്രണയ സമ്മാനം, ഒരു ചുംബന എന്തായാലും കൊടുത്തേ പറ്റൂ എന്ന് അശ്വിൻ തീരുമാനിക്കുകയാണ്. നോക്കുമ്പോൾ ശ്രുതി നല്ല ഉറക്കമാണ് കേട്ടോ. ശ്രുതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ശ്രുതി, എനിക്കിത് നിനക്ക് തരാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിക്ക് ഒരു ഉമ്മ കൊടുക്കുകയാണ് നെറ്റിയിൽ തന്നെ. ശ്രുതി നല്ല ഉറക്കം കേട്ടോ. ശ്രുതിക്ക് ഉമ്മയെ കൊടുക്കട്ടെ. അശ്വിനെ ഭയങ്കര സന്തോഷമാവാം കേട്ടോ. ശ്രുതിയുടെ അടുത്തിൽ അശ്വിനോടുള്ള സ്നേഹം ഇങ്ങനെ കൂടി വരണം. രണ്ടുപേരും അത്രമാത്രം ഇപ്പോൾ പ്രണയിക്കുന്നുണ്ട് കേട്ടോ. അതേ സമയത്ത് നമുക്ക് ആവശ്യമില്ലാത്തൊരു കഥാപാത്രം ഉണ്ടല്ലോ സെലിൻ, അവരാണെന്നുണ്ടെങ്കിൽ ഷ്യാമിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. എന്നിട്ട് ഷ്യാമിനെ വാക്ക് കൊടുക്കുകയാണ്, സാറ് വിഷമിക്കേണ്ട, ഞാൻ അഞ്ജലി മേഡത്തിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും അഞ്ജലി മേഡത്തിനും അപകടം പറ്റിയിരിക്കും. ദേ ആ വീട്ടിലെല്ലാവരെയും ഇളക്കി മറിച്ചതിന് ശേഷം അവിടുത്തെ സ്വത്തുക്കളെല്ലാം അല്ലേ എൻ്റെ ഈ കൈകളിലാക്കി ഞാൻ സാറിന് തരും എന്ന് പറയണം. നീ ഒരുപാട് അങ്ങോട്ട് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്താൽ മതി എന്ന് പറയണം. സർ, ഞാൻ പറഞ്ഞില്ലേ അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കണം അത്ര സ്പീഡിലൊന്നും ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല, അതാണ് സർ ഇത്രയും താമസം എടുക്കുന്നത്. എന്തായാലും സാർ നോക്കിക്കോ, അഞ്ജലി മേഡത്തിനും കുഞ്ഞിനും അഞ്ജലി മേഡത്തിനും എത്രയും പെട്ടെന്ന് ഒരു അപകടം വരുത്താൻ വേണ്ടി ഞാൻ നോക്കും എന്നിങ്ങനെ പറയാണ്. നീ നോക്കിക്കഴിഞ്ഞാൽ അത് കൊള്ളാം. എനിക്ക് തോന്നണേ നമ്മുടെ ഹിന്ദിയിലൊരു ഭാഗമുണ്ടല്ലോ, അതായത് അഞ്ജലി ഇങ്ങനെ അതായത് കൊച്ചു പോകാൻ ഒരു ഭാഗമുണ്ടല്ലോ, അതായത് അഞ്ജലിക്ക് ശരിക്കും മുകളിൽ നിന്നൊരു ഷോക്ക് അടിച്ച് നിലത്തേക്ക് വീഴുമ്പോഴാണല്ലോ ഈ കൊച്ചു അഞ്ജലിയുടെ വയറ്റിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു ഭാഗം ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചപ്പോൾ സെലിനെ പിടിച്ചിട്ടത്. പക്ഷേ അതിന് ഒത്തിരി സമയം ബാക്കിയുണ്ട്. പക്ഷേ എന്തായാലും ഇത് കുറച്ച് നേരത്തെ ആയിരിക്കും കാണിക്കുന്നത്. അതായത് ഇലക്ട്രിക് ഷോക്ക് ഉണ്ടല്ലോ, ആ ഷോക്ക് അടിച്ചിട്ടാണ് നമ്മുടെ അഞ്ജലി മുകളിലത്തെ നിലത്തേക്ക് വീഴുന്നത്. അപ്പോൾ കാണുന്നവർക്ക് എന്താണ് ലൈൻ ഷോക്ക് അടിച്ചിട്ടാണ് അഞ്ജലി വീണേന്നാണ്. പക്ഷെ അങ്ങനെയല്ല, പിന്നീട് ശ്രുതിയും എനിക്കേയും കൂടിയാണ് അത് തെളിയിക്കണത്, ഇങ്ങനെ ഷ്യാമിൻ്റെ പദ്ധതിയായിരുന്നു ഇതെന്നൊക്കെ. അതേസമയം ശ്രുതിയാണെങ്കിൽ കണ്ടുപിടിക്കുന്നുണ്ട് എല്ലാത്തിനും കാരണം ഈ സെലിനാണ്, സെലിൻ ഇതൊക്കെ ചെയ്യണത് ഷ്യാം പറഞ്ഞിട്ടാണെന്ന്. അതുകൊണ്ട് തന്നെ ഷ്യാമിനെ സെലിനെ ഒരുമിച്ച് കാണാൻ വേണ്ടി ശ്രുതി പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അഞ്ജലി മേഡത്തിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞെ നിങ്ങൾക്ക് ഇല്ലാതാക്കണം. എന്നിട്ട് ആ വാക്ക്, അതായത് നിയമപരമായിട്ട് നിങ്ങളാണല്ലോ ഇപ്പോഴും അഞ്ജലി മേഡത്തിൻ്റെ ഭർത്താവ്, അപ്പോൾ അഞ്ജലി മേഡത്തിന് കിട്ടുന്ന സ്വത്തുക്കളൊക്കെ നിങ്ങൾക്ക് മാറ്റണം. അതിൽ നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങൾക്ക് പേടിയുണ്ട് നിങ്ങൾ അഞ്ജലി മേഡം ഡിവോഴ്സ് ചെയ്യുന്നു, ഡിവോഴ്സ് അത് നിങ്ങൾക്ക് സ്വത്തുക്കൾ കിട്ടില്ലല്ലോ. അപ്പോൾ ഡിവോഴ്സ് ആവണ മുമ്പ് അഞ്ജലി മേഡത്തിനെ കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വത്തുക്കളെല്ലാം കിട്ടും, അതല്ലേ ഷ്യാം സർ നിങ്ങളുടെ ഉദ്ദേശം എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അതേടി അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം, നീ അത് തടയാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ അത് നടന്നിരിക്കും എന്ന് ഷ്യാം പറയാണ്. ഈ ശ്രുതി ജീവനോട് ഇരിക്കുമ്പോൾ അത് നടക്കില്ല. അഞ്ജലി മേഡത്തിൻ്റെ വയറ്റിൽ വളരുന്ന അഞ്ജലി ചേച്ചിക്കും അഞ്ജലി ചേച്ചിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ദേ നിങ്ങൾ കൊണ്ടുവന്ന ഇവളുണ്ടല്ലോ, ഇവളെ ഞാൻ അടിച്ചു പുറത്താക്കും എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. സെലിൻ കാണാം എന്ന് പറയുമ്പോൾ കണ്ടിരിക്കും എന്ന് ശ്രുതിയും പറയാട്ടോ. അങ്ങനെ സെലിനെയും ഷ്യാമിനെയും വെല്ലുവിളിച്ചിട്ട് ശ്രുതി വീട്ടിലേക്ക് വരുവാണ്.
അതേസമയം നമ്മുടെ അശ്വിനാണെങ്കിൽ ശ്രുതിയുടെ അടുത്ത് ഒന്ന് ഐ ലവ് യു പറയാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയാണ്. പക്ഷേ അശ്വിനൊരു വാശി കേട്ടോ. അശ്വിൻ ഐ ലവ് യു പറഞ്ഞ മുമ്പ് ശ്രുതിയുടെ വായിൽ നിന്ന് ഇങ്ങോട്ടേക്കൊരു ഐ ലവ് യു ഒക്കെ, അതായത് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് കേൾക്കണമെന്ന് അശ്വിനും വാശിയുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ ആരായിരിക്കും ആദ്യം പറയാം? ശ്രുതിനെ കൊണ്ട് പറയിപ്പിക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു, ഈ ചമ്മലിൽ നിന്ന് കുറച്ച് രക്ഷപ്പെടായിരുന്നു എന്ന് അശ്വിൻ വിചാരിക്കുകയാണ്. പക്ഷെ ശ്രുതി അങ്ങനെ പെട്ടെന്ന് പറയുമെന്ന് തോന്നണില്ല, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ. ചേച്ചിയുടെ ജീവിതം നശിച്ചു പോയതിൽ അവൾക്ക് വലിയൊരു പങ്കിടും തെറ്റിദ്ധാരണ അവൾക്കുണ്ട്. ആദ്യം ആ തെറ്റിദ്ധാരണ മാറ്റണം. അതിലൊരു കാരണം ഞാൻ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരിക്കലും ശ്രുതിയുടെ അടുത്ത് അങ്ങനെയൊന്നും ഞാൻ പെരുമാറാൻ പാടില്ലായിരുന്നു. അവളാണ് കുറ്റക്കാരി നിലയ്ക്ക് ഒരിക്കലും ഞാൻ പെരുമാറാൻ പാടില്ലായിരുന്നു. അതാണ് അവൾ ഏറെ കൂടെ വിഷമിപ്പിച്ചത്. എന്തായാലും ശ്രുതിയല്ല ഇതിനുള്ളത്തിനും കാരണമെന്ന് അവളെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ശേഷം അവളായിട്ടുള്ള കുടുംബജീവിതം തുടങ്ങണം എന്ന് അശ്വിൻ വിചാരിക്കുകയാണ്. പക്ഷെ അതിനു മുമ്പ് അവൾ എന്നോട് പറയണം, എനിക്ക് നിങ്ങളെ വിട്ട് പോകാൻ പറ്റില്ല, എനിക്ക് നിങ്ങളെ ഭാര്യയായിട്ടിരിക്കാൻ താല്പര്യമാണ്, ആഗ്രഹമാണ്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് അവളെ കൊണ്ട് പറയിപ്പിക്കണം അശ്വിൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ശ്രുതിനെ കൊണ്ട് തന്നെ അങ്ങനെ ആ രീതിയിൽ അശ്വിൻ പറയിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയിപ്പിക്കുമ്പോഴേക്കും അശ്വിനും ശ്രുതിയെടുത്ത് പറഞ്ഞിട്ട്, കണ്ടോ നീ ഇപ്പം എന്നോട് പറഞ്ഞില്ലേ നിന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി ഞാൻ ഇത്രയും കാത്തിരുന്നത്, നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, പക്ഷെ നീ അത് പറയണം, അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയത്. അവസാനം നിൻ്റെ വായിൽ തന്നെ ഞാനത് കേട്ടു. എന്താ നീ സമ്മതിച്ചില്ലേ നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്? അത് പിന്നെ നീ സമ്മതിച്ചു ശ്രുതി. എന്തിനാ ശ്രുതി നീ സമ്മതിക്കാതിരിക്കണത്? നീ പറഞ്ഞ പോലത്തെ ഒരു അടുപ്പം എനിക്ക് നിന്നോടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നിന്നോട് അന്ന് ആ മുകളിലേക്ക് വരാൻ പറഞ്ഞതിന് എനിക്ക് നിന്നോട് പ്രണയം തുറന്നു പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അന്നാണല്ലോ ആ ശ്യാം മാധവും നിന്നെയും തമ്മിൽ ആ രീതിയിൽ ഞാൻ കണ്ടപ്പോൾ തെറ്റിദ്ധരിച്ചത്. ശരിക്കും പറഞ്ഞാൽ അന്ന് ആ ഒരു സീൻ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നോട് എൻ്റെ ഇഷ്ടം അന്ന് തുറന്നു പറയുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അറിഞ്ഞ് തന്നെ നമ്മുടെ വിവാഹം നടക്കുകയും ചെയ്താനേ എന്നൊക്കെ ശ്രുതിയുടെ അടുത്ത് അശ്വിൻ പറയുകയാണ്. ശ്രുതി പറയേണ്ടത് എനിക്കറിയായിരുന്നു സാർ അന്ന് എന്നോട് ഇഷ്ടം തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന്. പക്ഷെ അത് കേൾക്കാൻ വേണ്ടി കാത്തിരുന്നിട്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ട് വന്നത്. അഥവാ സാർ അതെന്നോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ സാറിനോട് പറയുമായിരുന്നു ആ ഒരു ഇഷ്ടം, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് ഞാൻ സാറിനോട് പറയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടത്. പിന്നെ അഞ്ജലി ചേച്ചിയുടെ ആ ഒരു അവസ്ഥ എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ലായിരുന്നു. അതാണ് ഞാൻ ഇത്രയും നാൾ അത് പറയാതിരുന്നത്. അഞ്ജലി ചേച്ചി ശ്യാമിൻ്റെ കാര്യം പറയാതിരുന്നതിനെ കാരണം അഞ്ജലി ചേച്ചിയുടെ മുഖം ആലോചിച്ചിട്ട് മാത്രമാണ്. കാരണം ദൈവങ്ങളെ പോലെയാണ് അഞ്ജലി ചേച്ചി ശ്യാമിനെ കാണുന്നത്. ആ ഒരാളുടെ ഞാൻ എങ്ങനെ പറയും ശ്യാമിൻ്റെ കാര്യം? ഈ കുടുംബം തന്നെ തകർന്നു പോവില്ലേ? അതുകൊണ്ട് മാത്രം ഞാൻ പറയാത്തത്. ശ്രുതി ആ ശ്യാമിൻ്റെ കാര്യം വിട്ടേക്ക്. ഇനി ഒരിക്കലും ആ ശ്യാമൻ നമ്മുടെ ജീവിതത്തിലെ ഒരിക്കലും സംഭാഷണം ആവരുത്. അത്രയും വൃത്തികെട്ട ഒരുത്തിനെ കുറിച്ച് നമ്മൾ ഇനി സംസാരിക്കരുത്. ചേച്ചീനെ എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം, അതാണ് നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് അശ്വിൻ പറയണം. ശ്രുതി അത് സമ്മതിക്കുന്നുണ്ട്. ശരി നമുക്ക് അതിനെക്കുറിച്ച് നോക്കാൻ സാർ എന്നൊക്കെ പറയാണ്. എന്തായാലും ഇതൊക്കെ കുറേ കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്. ഞാൻ പറഞ്ഞു പോയപ്പോൾ അതൊക്കെ അങ്ങോട്ട് പറഞ്ഞു പോയതാട്ടോ. എന്നാലും നാളത്തെ എപ്പിസോഡിൽ ഈ എനിക്ക് പറഞ്ഞ ഭാഗവും അതുപോലെ തന്നെ ഈ ശ്യാമിൻ്റെയും സെലിൻ്റെയും ഈ സംഭാഷണമൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ കേക്ക് കട്ടിയുടെ ഭാഗമൊക്കെ നാളെ കാണിക്കാൻ ചാൻസ് ഒന്നുമില്ല, മറ്റന്നാളെ കാണിക്കാനാണ് ചാൻസ്. മറ്റന്നാളെയും വെള്ളിയാഴ്ചയൊക്കെ ആയിട്ട് കാണിക്കാനാണ് കേട്ടോ ചാൻസ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നാളെ മുതൽ കറക്റ്റ് സമയത്ത് തന്നെ ഞാൻ പ്രൊമോ ഇടാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീട്ടിൽ വരാം. ബൈ ബൈ.